ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചിക്കൻ വരട്ടിയത്, ചിക്കൻ തേങ്ങാപ്പാലിൽ വരട്ടിയത്. അതായത് നമ്മൾ തേങ്ങാപ്പാലിലാണ് ഇത് വരട്ടിയെടുക്കുന്നത്. ഇതിലേക്ക് പ്രത്യേകമായിട്ട് വേറെ ഓയിലുകളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ മസാല അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിക്സിയുടെ ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. ചെറിയ സവോളയാണ്. അതുപോലെ ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ കുറച്ചധികം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാം നമുക്ക് വലിയ കഷ്ണങ്ങളായി തന്നെ കട്ട് ചെയ്യാം. മിക്സിയിലിട്ട് കൊടുത്ത് ഇതും കൂടെ നമുക്ക് ചേർത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ അരച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അതിനുശേഷം ബാക്കി കാണിക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് നേരെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത ആ പേസ്റ്റ് നമ്മൾ ചിക്കനിലോട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്പി പിടിപ്പിക്കുകയാണ്. നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചിക്കനിലേക്ക് നല്ലതുപോലെ തിരുമ്പി പിടിപ്പിക്കണം. നമ്മൾ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് തിരുമ്പി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ എടുക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ തേങ്ങാപ്പാലിലാണ് ചിക്കൻ വരട്ടിയെടുക്കുന്നത്. ഇതിലേക്ക് ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് തേങ്ങ ചുരണ്ടി പാലെടുക്കാം. അപ്പം നമ്മളിവിടെ കുറച്ച് ചിക്കൻ, 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തേങ്ങയുടെ പകുതി മാത്രമാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ചുരണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല കട്ടിയുള്ള പാല് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ഇതവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ ചിക്കൻ ഓൾറെഡി ഇവിടെ പുരട്ടി വെച്ചേക്കുന്നത് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു കടായിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് നേരെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനിലെയും അതുപോലെ തന്നെ ആ മസാല പുരട്ടിയതിൻ്റെ ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ, സവോളയുടെ ഒക്കെ ആ ഒരു നനവൊക്കെ വെച്ചിട്ട് തന്നെ നമ്മുടെ ചിക്കൻ വെന്ത് വരണം. എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് നേരം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ 10 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ച് വേവിക്കായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാൻ. കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മുടെ ചിക്കനിലേക്ക് ഇത്രയധികം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഒരു 1/4 ഭാഗത്തോളം കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റും കൂടി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റിലധികമായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്, നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വരണ്ട് വരണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം അല്പം കൂട്ടി കൊടുക്കാം. ഇതുവരെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിരുന്നത്. ഇനി നമുക്കിതൊന്ന് കൂട്ടി വയ്ക്കാം. ഇനി നമ്മുടെ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ ചിക്കൻ വറ്റി നല്ലതുപോലെ വരണ്ട് സെറ്റായിട്ട് വരണം. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പും അതുപോലെ എരിവൊക്കെ നോക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ല എരിവുള്ള മുളക് പൊടിയോ അതല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പ് പാകത്തിലുണ്ടോ നോക്കാം. ഇത് നല്ലതുപോലെ വറ്റി വരണ്ട് സെറ്റായിട്ട് വരണം. നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ഒരു പരുവത്തിൽ നല്ല കോമ്പിനേഷനാണ്.
പക്ഷെ നമ്മളിത് നല്ലതുപോലെ വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരണ്ട് വരട്ടെ. നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നമുക്ക് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, തേങ്ങാപ്പാലും ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി നല്ല റോസ്റ്റായിട്ട് നല്ല ഗ്രേവിയൊക്കെ ഇതിൻ്റെ മുകളിൽ കോട്ടായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയില വിതറിക്കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. കുറച്ച് നേരം അടച്ചു വെക്കുമ്പോഴാണ് ആ കറക്റ്റ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓയിലൊട്ടും ചേർക്കാത്ത തേങ്ങാപ്പാലിൽ വരട്ടിയെടുത്ത ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓയിലില്ലാതെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാതെ നെയ്യൊന്നും യൂസ് ചെയ്യാതെ ഇത് ടേസ്റ്റ് ഉണ്ടാവോ എന്ന് വിചാരിക്കേണ്ട. നമ്മുടെ തേങ്ങാപ്പാൽ തന്നെ നല്ലതുപോലെ കുറുകി ആ ഒരു അതിൽ കിടന്ന് വേവുന്നത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ വരട്ടിയതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.